നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകി തന്ന വലിയൊരു ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യവും കർത്താവെ സ്വർഗീയമായുള്ള ആരാധനയോട് കർത്താവെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് നിന്റെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ നീ രൂപാന്തരം അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചന്ദ്രാദികളെ ശമശവന സ്തോത്രം ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ തികച്ചവന സ്തോത്രം. ഏതൻ കാവിൽ ആദം ഹവ്വായോട് പാലാവൃന്ദം മോദമുടൻ സൃഷ്ടിച്ചിത നാഥനെന്നും സ്തോത്രം. ആദിമനുഷ്യൻ ചതിവിലായതിനെ കണ്ടു ഭീതി ഭുവനത്തിൽ നിന്നു പോകതിനായി കൊണ്ടു വേദപരൻ നീതി തികവാമതിനായി പണ്ടു ഖേദമൊഴി മരണം ജയിച്ചവന് സ്തോത്രം. ബാലഗണമേ വരുവിൻ ശീലമുടൻ കൂടി കോലാഹലവാണികളാൽ ഹല്ലേലൂയ പാടി ചേരോടു പാദം വണങ്ങാൻ ഗീതഗണം തേടി ഏലോഹിം പിതാസുതനാത്മാവിനെയും സ്തുതിപ്പീൻ. ദൂതരെല്ലാം ബോധമുടൻ നാഥനെ കൊണ്ടാടി സാദരം സിംഹാസനത്തിൻ നാലു ചുറ്റും കൂടി താതസുതാത്മാക്കൾക്കു നൽകീരങ്ങളെ പാടി ശ്വേതവസ്ത്രങ്ങൾ ധരിച്ചു മൂടുന്നതുമൂടി ശക്തിയാചാരാചാരങ്ങൾ ഒക്കെയുണ്ടാക്കി യുക്തിയാധാരതരത്തിൽ എത്രയും നന്നാക്കി ഭക്തിയനാടപതിന് മാർഗമൊന്നുണ്ടാക്കി മുക്തിയിൽ നാടത്തുന്ന ത്രിയേകനെന്നും സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ സ്തുതി വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ.
നമുക്ക് ത്രിത്വത്തെ സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യാഥാർത്ഥ്യമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മൾ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തനും കരുണയുമുള്ള കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിത ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധ ആത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ.
കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. സങ്കീർത്തനം 95 വാക്യപ്രതിവാക്യമായി വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളതാണ്. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈകളുടെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദപാഠഭാഗം ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 23 വാക്യങ്ങൾ. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അപ്പോൾ ഒരു പുരുഷൻ ബന്ധപ്പെട്ടു വന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ സന്നിധിയിൽ ചെന്നു രാജാവിൻ്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവ് 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും എന്നങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മോദിയുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെയെന്ന് ഉത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ രാജാവെ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയോടാകട്ടെ മനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ 3 ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് നിർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു. മോദിയരുടെയും പാർസികളുടെയും നിയമമെന്നോ ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിൽ വച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരുത്തിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കൾ കൊണ്ടും മോതിരം കൊണ്ടും അതിനെ മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്നതിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനല്ലയോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവ് തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇവിടെ 1-ാം വേദപാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം. ഇന്ന് രാവിലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 34-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയെ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകലഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.
ഈ ഇടവനെ വിളിച്ചു. യഹോവ കേട്ട് അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളെ ഇര കിട്ടാതെ വിസ്മരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിശ്ചയിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവർ സൂക്ഷിക്കുന്നു. അവയിലൊന്നും മുടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോഴും നയിക്കുമ്പോൾ പ്രായം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരുന്നത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ബോധിപ്പിച്ചിരിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുൾ ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൂടാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കെടുപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ശല്യന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടുന്നവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ച് കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാസമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദ്യനായ സത്യേക പുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൻ്റെ എല്ലായിടവും ഉള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്കു സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കപ്പെടരുതേ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല. ആർക്ക് ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതുശേഷം 10 പേർ കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്ക വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികൾ ആയവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാർ ആകണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരും ദാസരാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ അല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. Shishana
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒത്തൊരുമിച്ച് കൂടി വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധി മൗനമായിരിക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ അങ്ങ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ കർത്താവെ. ഈ മഹാമാരി സമയത്തും ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് അങ്ങയുടെ ദേവാലയത്തിൽ കൂടി വരുവാൻ അങ്ങ് കൃപ നൽകിയല്ലോ. ഈ പല ഭവനങ്ങളിൽ ഞങ്ങൾ ആരാധന കൂടുമ്പോൾ അങ്ങയുടെ ദൈവവചനമായി ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ കർത്താവെ. അങ്ങയുടെ വാക്കുകളും എല്ലാം അങ്ങയുടെ ഇതാകുന്നു. ഒന്നും ഞങ്ങളുടേതല്ല, അവിടുത്തെ ദാനമാണ് ഞങ്ങൾ എല്ലാവർക്കും നൽകുന്നത് കർത്താവെ. അങ്ങയുടെ ദാനങ്ങളെ നല്ലപോലെ ഉപയോഗിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുന്നു കർത്താവെ. ഈ മഹാമാരിയിലും ഞങ്ങളെല്ലാവരും കാത്തിട്ടുള്ള അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഈ ഇവിടുത്തെ ധ്യാന ചിന്തകളെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങയുടെ കൃപ എന്നോട് കൂടെ ഇരിക്കണം കർത്താവെ. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് സുവിശേഷമായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യം. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യം. അതായത് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന് മുൻപുള്ള ഭാഗങ്ങളിൽ പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു വിവരണമാണ് കർത്താവ് ആ ശിഷ്യർക്ക് നൽകുന്നത്. അതിന് മുൻപുള്ള അധ്യായത്തിൽ നാം കാണുന്നു 10 തന്നെ അതിന് മുൻപുള്ള, അതായത് 35 മുൻപുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഇനി വരുന്ന അധ്യായങ്ങൾ എന്തൊക്കെ സംഭവിക്കും, അതായത് കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് നമുക്ക് അവിടെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു പ്രവചനമാണ് ആ ഭാഗം. അതിൽ മാർക്കോസിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യെരുശലേമിലേക്കുള്ള യാത്രയെ കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം 11 മുതൽ 13 വരെ ഉള്ള അധ്യായത്തിൽ ഫുള്ള് യെരുശലേമിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് കർത്താവിടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 14 മുതൽ 14-ന്റെ 1-ഉം 2-ഉം 43 മുതൽ 53 വരെയുള്ള ഭാഗങ്ങളും വായിച്ചാൽ കർത്താവ് പരീക്ഷന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതിൽ കർത്താവ് പറയുന്നത്. അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. മരണത്തിന് വിധിക്കപ്പെടുന്നതും, ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും, പരിഹാസിക്കുന്നതും, കൊലപാതകം ചെയ്യപ്പെടുന്നതും, 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവർക്കൊരു പ്രവചനമായി കർത്താവ് വന്നു. പക്ഷെ അവരത് ഗ്രഹിക്കുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവർ ഗ്രഹിച്ചിട്ടുണ്ട് എന്താണ് ഇത് സംഭവിക്കുക, ദൈവം എന്താണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതിൻ്റെ കർത്താവ് രാജ്യത്വം സ്ഥാപിച്ചു വരും എന്നവരൊരു വിശ്വാസം. വളരെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ശിഷ്യത്വം? ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് പ്രൈമറിലി റെഫേഴ്സ് ടു ഡെഡിക്കേറ്റഡ് ഫോളോവേഴ്സ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ഒരു സമർപ്പിത ആളുകളെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അതായത് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കൂടെ ഒരുമിച്ച് നടന്ന പലവരെയാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അതായത് കർത്താവിൻ്റെ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ പോലെ ആയിത്തീരാൻ അങ്ങനെ പ്രയത്നിച്ച ആളുകളെയാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത്. എ ഡിസൈപ്പിൾ ഓഫ് എ ഫോളോവർ ഓഫ് എ ടീച്ചർ ഹു ഇമിറ്റേറ്റ്സ് ബോത്ത് ദ ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ദ മാസ്റ്റർ. ആ അധ്യാപകൻ്റെ ജീവിതവും അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താണ്, അദ്ദേഹം രണ്ടും കൂടി ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയാണ് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. ശിഷ്യത്വം എന്ന് പറയുന്നതും ഈ വാക്ക് ഇത് തന്നെയാണ്. നമ്മുടെ ഒരു അധ്യാപകൻ്റെ അദ്ദേഹം നയിക്കുന്ന പാതയിലൂടെ നടക്കുകയും അദ്ദേഹം എന്താണ് പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കുകയാണ് ശിഷ്യത്വം. നമ്മൾ ഈ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്തു നേരിടാൻ പോകുന്ന ക്രൂശീകരണത്തെക്കുറിച്ച് അവർക്ക് വിവരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് സെബേദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും കൂടി വന്ന് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു ധന്യമായ ചോദ്യമായിരുന്നു. പക്ഷെ അവരത് ആ സമയത്ത് അവസരോചിതമായൊരു ചോദ്യം ആണ്. അവസരോചിതമല്ല ആ ചോദ്യം. അവർ പക്ഷെ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നാലും പക്ഷെ അവർ വന്ന് കർത്താവിനോട് സമീപിച്ച് അവർ ക്രിസ്തുവിനോട് ചോദിച്ചു. ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനുള്ള ഒരു അവകാശമാണ് അവർ ചോദിച്ചത്. ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവരുടെ വലത്തും ഇടത്തുമായിട്ട് ഓരോരുത്തരെ ഇരുത്തണം എന്നാണ് അവർ കർത്താവിനോട്
ഇത് അഭ്യർത്ഥിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ വിശ്വാസം അവർ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഭാഗത്തിലൂടെ. ക്രിസ്തു ഒരു രാജ്യത്വം സ്ഥാപിച്ച് തിരിച്ചു വരും എന്ന് ക്രിസ്തു പറയുമ്പോൾ അവരത് വിശ്വാസത്തോടു കൂടി വന്നിട്ടാണ് ക്രിസ്തുവിനോട് ഈ അപേക്ഷ കഴിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ 38-39 വാക്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നു, തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സൂചനയായി താൻ കുടിക്കുന്ന പാനപാത്രവും കുടിപ്പാനും താൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് കഴിയുമെന്ന് പറയുന്നുണ്ട്. കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളും ക്രൂശീകരണം, പീഡസഹനങ്ങൾ ഇതെല്ലാം കർത്താവ് അവരോട് ചോദിക്കുന്നു. അതാണ് കർത്താവ് ചോദിക്കുന്ന കഷ്ടാനുഭവവും കർത്താവ് കുടിക്കുന്ന പാനപാത്രവും കർത്താവ് ഏൽക്കുന്ന സ്ഥാനം. ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത്. അത് അവർക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ച് കാണിക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ് രക്തസാക്ഷിത്വം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്, അതായത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള തൻ്റെ പാനപാത്രം കുടിക്കുമെന്ന് അവർ അവരായിട്ട് എടുത്ത തീരുമാനത്തിൽ അവരത് വിജയിച്ച് അവർ തെളിയിച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ യാക്കോബും യോഹന്നാനും തങ്ങളെക്കാൾ മുമ്പരായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മറ്റ് 10 പേർക്കും അവരോട് നിരസം തോന്നുന്നുണ്ട്. അവർ ബാക്കിയുള്ള 10 പേരും കൂടി വന്നിട്ട് ഇവരോട് കലഹിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കർത്താവിൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ള 10 പേര്. 12 പേരും ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും വന്ന് വന്നിരിക്കും. ഇവർക്ക് പക്ഷേ ഇവർ വന്ന് കർത്താവിനെ ചോദിക്കും, മറ്റാരും ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇവരുടെ ഉള്ളിലുള്ള ആഗ്രഹം, എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ്. അപ്പോൾ അവർ വന്ന് ഇവരോട് കലഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് അവർക്കൊരു വിപ്ലവകരമായ ഒരു പാഠം അവരെ അറിയിക്കാനുള്ള അവസരമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. അവിടെ പറയുന്നത്, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. 42-43 വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു. മാനസാന്തരപ്പെടാത്തവരിൽ മഹത്തുക്കൾ എന്ന് വെച്ചാൽ അധികാരം കൈയാളി മറ്റുള്ളവരെ ഭരിക്കുന്ന അന്യന്മാരുടെ മേൽ തങ്ങളുടെ സ്വാധീനവും ശക്തിയും ചെലുത്തുന്നവരുമായി, എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സേവനത്തിലൂടെയാണ് ഉയർച്ച നേടുക. ഈ കാര്യമാണ് മഹത്തുക്കൾ എന്ന് പറയുമ്പോൾ അധികാരം കൈയാളി മറ്റുള്ളവരെ ഭരിക്കുന്നവരാണ് മഹത്തുക്കൾ. അത് അന്യരുടെ മേൽ തങ്ങളുടെ സ്വാധീനം ശക്തിയും ചെലുത്തുന്നവരുമായ, എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സേവനത്തിലൂടെ ഉയർച്ചയാണ് നേടുക. അല്ലാതെ അവരുടേതായ ഇതിൽ അവർ ഉയർച്ച നേടില്ല. മഹത്തുക്കൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലൂടെയും ശക്തിയിലൂടെയും സേവനത്തിലൂടെയുമാണ് ഉയർച്ച നേടുക. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസൻ ആയിത്തീരണമെന്ന് ക്രിസ്തു ഓർപ്പിക്കുന്നുണ്ട് നമ്മളിൽ. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാമനാകാൻ. ക്ലാസ്സിൽ ഒന്നാമനാകണം, പള്ളിയിൽ ഒന്നാമനാകണം, എവിടെ പോയാലും നമ്മൾ 1-ാം സ്ഥാനം തന്നെ. 2-3 സ്ഥാനങ്ങൾക്ക് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഒന്നാമനാകണമെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന് കൊടുക്കണം, എന്നാലും നമുക്ക് ഒന്നാമനാകാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു ഓർപ്പിക്കുന്നതും അതാണ്. നമ്മളെല്ലാവരും ഒന്നാമനാകാൻ ഇച്ഛിക്കുമ്പോൾ നമ്മൾ ഒന്നാമനാകാൻ നമുക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ തന്നെ ശോധന ചെയ്ത് നോക്കണം. നമ്മളത് ചെയ്യാറില്ല. നമുക്ക് എവിടെ പോയാലും 1-ാം സ്ഥാനം വേണം, നമ്മൾ ഒന്നാമനായിരിക്കണം എന്ന ഒരു ചിന്ത മാത്രം നമ്മൾ കൊണ്ട് നടക്കുന്നുള്ളൂ. അതിനുശേഷം കർത്താവ് അവസാന ഭാഗത്തായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യമാണ് നമ്മൾ മാർക്കോസ് സുവിശേഷത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത്. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ആ 45-ാം വാക്യം എടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. കർത്താവിൻ്റെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞതിൽ ഏറ്റവും ദാസനായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഈ വാക്യം. ഈ വാക്യത്തിൽ മനുഷ്യപുത്രൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മളിവിടെ കാണുന്നത്. അവൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും
അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുക്കുവാനുമായിട്ടാണ്. ക്രിസ്തു ജനിച്ചത് തന്നെ മറ്റേ ശുശ്രൂഷ സ്വീകരിക്കാനായിട്ടല്ല, ശുശ്രൂഷ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുക്കുക. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ക്രൂശ് മരണത്തിൽ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ജീവിതം മറുവിലേ നമുക്ക് കൊടുത്തു. നമ്മൾ മുൻപ് കുഞ്ഞാടുകളെയും ഒക്കെ യാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരേ ഒരു യാഗം കഴിച്ചു, അത് കർത്താവിനെ തന്നെ യാഗമായി സമർപ്പിക്കുകയോ ചെയ്തത്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നെ യാഗമായി തീരുകയാണ് ചെയ്തത്. അത്ഭുതപരമായ ഒരു ജനനത്തിലൂടെ കർത്താവ് ആഗതനാകുകയും കർത്താവിൻ്റെ ജീവിതത്തിലൂടെ സേവ ചെയ്തു. കർത്താവിൻ്റെ ആ ചെറിയ പ്രായത്തിൽ, ആ യുവപ്രായത്തിൽ തന്നെ കർത്താവ് പല സേവനങ്ങളും ചെയ്തു. പല കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കണ്ണ് കാണാത്തൊരു കാഴ്ച നൽകി, ഭൂതങ്ങളെ പുറത്താക്കി, പല മരിച്ചവരെ ഉഴുത്തെഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ദിവസം വേദഭാഗം വയ്ക്കും. നമ്മുടെ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുമ്പോൾ കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും ഓരോ സേവകളും നമ്മൾ കാണുന്നുണ്ട്. അത് കുഷ്ഠരോഗികൾ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. നമ്മളാരെങ്കിലും ഇപ്പം കൊറോണ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ല, ആ ഭാഗത്ത് അടുക്കില്ല. കർത്താവ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുഷ്ഠം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പാപമായി മാറ്റി നിർത്തുന്ന കാലത്താണ് ക്രിസ്തു ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അത് കുഷ്ഠരോഗികളുടെ ഇടയിലും പാപികളുടെ ഇടയിലും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളിലേക്കാണ് ക്രിസ്തു ഇറങ്ങിച്ചത്. ക്രിസ്തു അത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളവർക്കാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. ക്രിസ്തുവിന് ആവശ്യമുള്ളത് ഇതുപോലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഷമങ്ങൾ അനുഭവിക്കുന്ന, പല സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സഹായം ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമായിട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മതി, മറ്റുള്ളവരെ നമ്മൾ കരുതുന്നില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും അവരെങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, ആ ഒരു മൈൻഡ് നമ്മൾ മാറ്റുന്നില്ല. ഇപ്പം നമ്മൾ പലവരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വല്ലതും ഇത് ചെയ്യുകയാണെങ്കിൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മളില്ല എന്ന് പറയുള്ളൂ. നമ്മളങ്ങനെ കൊടുക്കുന്ന അപൂർവമായിട്ടാണ്. അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊരു പരിചിതമില്ലാത്ത ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മളെന്ത് പറയും? ഇല്ല, ഇവിടെ ഒന്നുമില്ല. അതാണ് നമ്മൾ പറയാറ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പാതയിൽ നമ്മൾ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കണം. ക്രിസ്തു ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ സേവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാൻ നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. ക്രിസ്തു ആകുവാൻ നമുക്ക് സാധിക്കില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നമുക്ക് നടക്കാം. നമ്മൾ ഈ ദൈവവചനം തന്നെ ഓർമ്മിക്കുന്നത് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ എങ്ങനെ നടക്കാം എന്നാണ്. ക്രിസ്തുവിൻ്റെ ആ നിർമ്മലമായ ജീവിതവും ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ, അതും പലരും മീൻപിടുത്തക്കാർ, ചുങ്കം പിരിക്കുന്നവർ, അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയാണ് ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ടത്. അതും താഴ്ന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ പലവർക്കും നമുക്ക് സേവ ചെയ്യാം. നമ്മൾ ഇപ്പോൾ തന്നെ പലവരും ഈ അവസ്ഥകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർക്കൊക്കെ ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മുടെ സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്തു പോകുന്നു അതൊക്കെ സ്വർഗരാജ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഇവിടെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വാക്യമാണ് സുവിശേഷത്തിന്റെ ഏറ്റവും താക്കോൽവാക്യം. ദൈവശാസ്ത്രത്തിന്റെ സംക്ഷിപ്ത രൂപത്തിൽ ഈ വാക്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. ദൈവശാസ്ത്രം എന്നാൽ എന്താണ്? ദൈവം എന്തിനാണ് ക്രിസ്തു ജനിച്ചത്, എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലെ കൊടുക്കാനും അത്രേ വന്നത്. അത് ഓരോ ശിഷ്യന്മാരോടും കർത്താവിൻ്റെ വാക്യം, നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പ്രതിധ്വനിച്ച് കേൾക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ
ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലെ കൊടുക്കാനും അത്ര വന്നത്. ഈ വാക്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർത്തു വയ്ക്കുക. നമ്മൾ ഒരാൾ നമ്മളെ സമീപിച്ച് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുക. നമ്മളാൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, നമ്മൾ പക്ഷേ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മൾ പഠിപ്പിച്ചത് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കർത്താവിനെ പോലെ ആകുവാൻ നമ്മൾ ശ്രമിക്കുക, കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നടക്കുക, കർത്താവിനെ പോലെ സേവ ചെയ്യുക. ഇതൊക്കെയാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് നമ്മൾ നടക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. കർത്താവിൻ്റെ ഇതുപോലെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടി മരിക്കണമെന്നോ നമുക്ക് വേണ്ടി ഇത് ചെയ്യണം. നമ്മൾ പാപികളായിരുന്നു, നമ്മളുടെ കർത്താവ് രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യപുത്രനായി ജനിച്ചത്. അതും ദൈവത്തിൻ്റെ അത്രയും മഹത്വമായ സ്നേഹം നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ ഇതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോ സുവിശേഷ ഭാഗങ്ങൾ നമ്മളെടുത്ത് വായിക്കും. നമ്മളെല്ലാ ഞായറാഴ്ച നമ്മളെ ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗമാണ് ഈ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിക്ക സമയങ്ങളിലും നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഇത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് വായിച്ചേക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ. സെബേദിയുടെ മക്കളൊന്ന് ചോദിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടി ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തെ കാണുന്നത്. ഇവിടെ മനുഷ്യപുത്രൻ എന്തുകൊണ്ട് ലോകത്തിലേക്ക് വന്നു, എന്തിനു വേണ്ടി വന്നു, ആർക്ക് വേണ്ടി വന്നു, എങ്ങനെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. നമ്മുടെ ദാനിയേലിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ദാനിയേലിൻ്റെ ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, അവിടെ ദാനിയേൽ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായത് നിർമ്മലമായൊരു ജീവിതം ദാനിയേൽ നയിച്ചുകൊണ്ടിരുന്നു. ഒരു മൂന്ന് നേരം ദാനിയേൽ ഇടപെടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അവിടെയൊക്കെ ദാനിയേലിനെ പിടിച്ച് സിംഹഗുഹയിലിട്ടപ്പോൾ ദൈവം അവിടെ വന്ന് സിംഹങ്ങളുടെ വായ അടപ്പിച്ചു. ദാനിയേലിന് ഒരു ആപത്തും ഒരു സിംഹം പോലും ദാനിയേലിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. അത്രയും ഇതായിട്ട് ഒരു കോട്ടം പോലും ദാനിയേലിന് അവിടെ സംഭവിച്ചില്ല. അത്രയും ഇതായിട്ടാണ് കർത്താവ് നമ്മളെ കരുതുന്നത്. നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ കർത്താവ് നമ്മളെ അതുപോലെ കരുതുകയും കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പീഡകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് സംഭവിച്ച ഓരോ കഷ്ടാനുഭവങ്ങളും എന്തൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചു, എന്തൊക്കെ ആഗ്രഹിച്ചാണെങ്കിലും അതിനെതിരായിട്ടാണ് അവരെ കണ്ടത്. തടവിലാക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, എല്ലാവരും ദൂഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും ക്രിസ്തുവിൻ്റെ പിൻഗാമിയായിട്ട് ക്രിസ്തുവിൻ്റെ വചനം എടുത്തുകൊണ്ട് ചെല്ലാൻ പൗലോസിനാണ് അതിൻ്റെ ഒരു ഇത് കിട്ടിയത്. കാരണം ക്രിസ്ത്യാനികളെ എല്ലാം പീഡിപ്പിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കർത്താവ് വിളിച്ച്, കർത്താവ് വേർതിരിച്ച് അദ്ദേഹത്തെ കർത്താവിൻ്റെ വചനം കൊടുത്ത് അയക്കുകയാണ് ചെയ്തത്. അതുപോലെ തൻ്റെ രാജ്യത്തിൽ കർത്താവിൻ്റെ പാനപാത്രം കുടിച്ചവരാണ് ഇവരെല്ലാം. ഓരോ ശിഷ്യന്മാരും കർത്താവിൻ്റെ പാനപാത്രവും കർത്താവ് എടുക്കുന്ന സ്നാനവും ഏറ്റവരാണ്. കർത്താവ് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഓരോ ശിഷ്യരും അനുഭവിച്ചിട്ടുണ്ട്. അതും ഓരോരുത്തരും അവരുടെ ജീവിതം വെച്ച് അവർ ക്രിസ്തുവിനെ പകർത്തി മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്തത്. അവരുടെ ജീവിതത്തിലൂടെ അവർ ക്രിസ്തുവിനെയാണ് കാണിച്ചു കൊടുത്തത്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിക്കാൻ സാധിക്കുന്നു. നമ്മൾ പക്ഷേ ക്രിസ്തുവിനെ കാണിക്കാൻ നമ്മൾ ഇതുണ്ട്, പക്ഷെ നമ്മൾ പ്രയത്നങ്ങൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഇത് മാത്രം നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് പറയുന്നത് നമുക്ക് യോഗ്യതയില്ല. നമ്മൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നടക്കുന്നതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കണം. ക്രിസ്തു എങ്ങനെയൊക്കെ സേവ ചെയ്തോ, എങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൂട്ടുകാരോട്, നമ്മുടെ അയൽക്കാരോട്, അവരോട് ക്രിസ്തു എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളോട് ഓരോരുത്തർ വന്ന് ചോദിക്കും, ക്രിസ്തു ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന്. നമ്മൾ എന്താണ് ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു മറ്റുള്ളവർക്ക്.
നമ്മളോട് ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചോദിക്കും, ക്രിസ്തു കർത്താവ് എന്തിനാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവാണ് ജീവനുള്ളത്. ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കർത്താവിനെ നമ്മൾ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. നമ്മളുടെ സേവ അത് കർത്താവിന് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടി നമ്മളെ കഴിയുന്നത് അത്രയും പ്രവർത്തിക്കുക. അത് മറ്റുള്ള സഹായത്തിലൂടെയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ കർത്താവ് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ആയിട്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവിൻ്റെ ജീവിതം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് നമ്മളായ പാപികളാണ്, നമ്മൾ എല്ലാവരും പാപികളാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തൻ്റെ ജീവനെ തന്നെ ഇവിടെ നൽകുന്നത്. ഇവിടെ നമ്മൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണമല്ലേ കർത്താവ് നമുക്ക് എല്ലാവരും. നമ്മൾ ഈ 10-ാം അധ്യായത്തിന് ശേഷം ഓരോ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും രൂക്ഷമായ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്നിട്ടും ക്രിസ്തു അവിടെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സേവ ചെയ്യുക. ആ സമയത്തും താൻ ഒരു സേവകനാവണം എന്ന്. ഒന്നാമനാകാൻ ഇച്ഛിക്കുന്ന എല്ലാവരും ദാസനായി തീരുകയാണെങ്കിൽ നമുക്ക് 1-ാം സ്ഥാനം എന്തായാലും ദൈവം നൽകിക്കും. നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, താനല്ല ഈ രാജ്യത്വം നൽകുന്നത്, ദൈവമാണ്. അതായത് പിതാവാണ് ഈ രാജ്യത്വം എല്ലാവർക്കും നൽകുന്നത്. ക്രിസ്തുവിൻ്റെ അടുത്ത് ആരിക്കണം, എന്ത് ചെയ്യണം എല്ലാം തീരുമാനിക്കുന്ന ദൈവമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നമുക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കും. നമുക്ക് തന്നെ നമ്മളുടെ കൂട്ടുകാരോട് തന്നെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയാം. ക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. എല്ലാവരും നമ്മളിപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ഇതെല്ലാം നമ്മൾ ആഘോഷമാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ആചാരമായിട്ടാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. ക്രിസ്മസിന് ക്രിസ്തു ജനിക്കുന്നു, കഷ്ടാനുഭവം അനുഭവിക്കുന്നു, ക്രൂശീകരണം, ഈസ്റ്റർ, ഇതെല്ലാം നമ്മളൊരു ആചാരങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ പുതിയ വരും തലമുറയ്ക്ക് നമ്മൾ എന്താണ് ക്രിസ്തു, എന്തിനാണ് ക്രിസ്തു മരിച്ചത്, എന്തിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, എന്താണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം, ഇതെല്ലാം ഈ അധ്യായത്തിൽ ക്രിസ്തു പറഞ്ഞു കാണിക്കുന്നത്. എന്തിനാണ് ജനിച്ച് വന്നത്, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ അതിൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ വരും തലമുറയ്ക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത് ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ. അത് ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് ഇപ്പം എല്ലാവരും ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പം ബൈബിളിനോടുള്ള താല്പര്യം കുറഞ്ഞു. നമുക്കിപ്പോൾ നമ്മൾ ട്യൂഷനായി, സ്കൂളിൽ പോക്കായി, കോളേജായി, അതിൻ്റെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവവചനം അറിയാത്ത ഇനി വരുന്ന തലമുറയ്ക്ക് ദൈവവചനം ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അത് അറിയണമെങ്കിൽ തന്നെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ഈ വരും തലമുറയ്ക്ക് നമ്മുടെ ഈ മുൻപുണ്ടായിരുന്ന അപ്പാപ്പനും അമ്മാമ്മമാരും എല്ലാവരും അവരുടെ മക്കൾക്ക് ഓരോ രാത്രിയും കിടക്കുന്ന സമയത്ത് അവർ കഥകൾ പറഞ്ഞു കൊടുക്കും. അതും ബൈബിളിലെ കഥകളാണ് പറഞ്ഞു കൊടുത്തത്. എൻ്റെ അമ്മാമ്മയൊക്കെ എനിക്ക് ബൈബിളിലെ കഥകൾ പറഞ്ഞു തന്നിട്ടാണ് ചെറുപ്പത്തിലൊക്കെ ഓർത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ ഈ ചെറുപ്പം മുതലാണ് ഓരോ ജീവിതത്തെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വരും തലമുറയിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകാൻ സാധിക്കണം. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. നമുക്കും അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റു മക്കൾക്ക് അത് നമ്മൾ മൂത്തവരെ കണ്ടാണ് ഇളവർ പഠിക്കുക. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ എന്ത് ചെയ്യുന്നു അത് കണ്ടാണ് അവർ പഠിക്കുക. ഇപ്പം നമ്മൾ ആരാധനയ്ക്ക് വരുന്നു, നമ്മളുടെ കൂടെ അവർ വരുന്നു, നമ്മൾ ആരാധന എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു അത് അവർ ശ്രദ്ധിച്ച് കാണുന്നു. അടുത്ത ആരാധനയ്ക്ക് വരുമ്പോൾ അവരത് ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ശ്രദ്ധിക്കുന്നു, അവർ നല്ലപോലെ നമ്മളെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നു അതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് തെറ്റായിട്ട് ചെയ്താലും അത് അവർ ചെയ്യും. നമ്മളിപ്പോൾ ഒരാളെ തല്ലിയാലും അവരത് കണ്ട് അവർ തല്ലും. അപ്പോൾ അങ്ങനെ നമ്മളുടെ നെഗറ്റീവ് സൈഡുകളാണ് നമ്മൾ കൂടുതൽ മക്കളിലേക്ക് അമർത്തി കാണിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ഈ ദൂഷ്യഫലങ്ങളെ പുറത്തേക്ക് കാണിക്കുള്ളൂ. നമ്മൾ നല്ല ഫലങ്ങളായിട്ട് സമാധാനത്തോടു കൂടി അവരോട് സംസാരിക്കുക. ഇപ്പം എല്ലാവർക്കും സ്ട്രെസ്സ് വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും. ഇപ്പം എല്ലാവരും മൊബൈലിൽ കുത്തിയിരിക്കുക. ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂമിൽ പോകും. ഞാൻ അങ്ങനെ തന്നെ ഒരുവിധം നടന്നുകൊണ്ടിട്ടുണ്ട്.
പിന്നെ വീട്ടിലുള്ളവരായിട്ടുള്ള സംഭാഷണം ഇല്ല. സംഭാഷണം നമ്മളിപ്പോൾ കാണും ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അല്ലാണ്ട് വേറൊരു സമയത്ത് നമ്മൾ ആരോട്ടും ഇടപഴകുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ലാണ്ടാവും. നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനെ പകർത്തുക, ക്രിസ്തുവിനൂടെ നമുക്ക് ഈ ജീവിക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾക്ക് കർത്താവിനെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരോട് കൊണ്ടുചെന്ന് എത്തിക്കുക. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളിപ്പോൾ ഓരോരുത്തരോട് വന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകാരായിരിക്കണം. നമ്മൾ തന്നെ ഓരോരുത്തരും ശുശ്രൂഷകാരായിരുന്നാലാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ ചിന്തകളെ നമ്മൾ വീട്ടിൽ ചെന്നിരുന്ന് ധ്യാനിക്കുക. നമ്മൾ ഈ ഭാഗങ്ങൾ ഒരു ദിവസം ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മൾ വായിച്ചു വിട്ട് പോവുകയല്ലാണ്ട് കർത്താവ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ അവിടെ എന്താണ് കർത്താവ് തെളിയിച്ചാണ്, എന്താണ് അവിടെ ഈ ഓരോ ഭാഗങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഭാഗം തന്നെ ക്രിസ്തുവിൻ്റെ ജീവിതം എന്നത് ഒരു തൂലിക ചിത്രമായിട്ട് ഇവിടെ കാണുന്നു. ഒരു മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം, കഷ്ടാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ 3 കാര്യങ്ങളും ഇവിടെ കർത്താവ് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ പ്രയത്നങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിതമായിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ പാതയിൽ നടത്തി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അകലത്തേക്ക് മാറ്റുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് അടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നടത്തുക. നമുക്ക് തലകളായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങളിവിടെ നമുക്ക് കൂടുവാൻ അങ്ങയുടെ വചനം ദർശിക്കാനോ അങ്ങനെ ഞങ്ങൾക്ക് നൽകി ചെയ്തല്ലോ കർത്താവ്. ഈ ജീവിതത്തിലൂടെ ഞങ്ങൾ അങ്ങയുടെ ജീവിതം ഞങ്ങൾ പകർത്തുകയും അങ്ങയുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ നടക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ മറ്റുള്ളവരിലേക്ക് അങ്ങയുടെ ജീവിതം എന്താണെന്ന് പകർത്തി തരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരും പാപികളാണ് കർത്താവ്. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് അവിടെ നിന്ന് വന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശീകരണം അനുഭവിച്ച് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായി ഞങ്ങളെല്ലാവരും ഒക്കെ ഉണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ പാതയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവ്. ഈ ലോകത്ത് ഞങ്ങൾ പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കർത്താവ്. അവരെല്ലാവരും ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും പലരും ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു കർത്താവ്. അവരെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളും നാളെ അങ്ങയുടെ സന്നിധിയിൽ കൂടി വരേണ്ടതാകുന്നു. എന്നാലും അങ്ങ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പാടുകളിലും ഞങ്ങളെ കൊണ്ടും നടത്തുന്നുണ്ടല്ലോ കർത്താവ്. പല കഷ്ടപ്പാടുകളും, പല ജോലിയില്ലായ്മയും, പല കാര്യങ്ങളും, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കർത്താവ് അവിടെ ഞങ്ങൾ നയിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ, കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വില എന്താണെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിന് എനിക്ക് നന്ദി പറയുന്നു കർത്താവ്. ഈ പ്രാർത്ഥനയിൽ തെറ്റുകളും കുറവുകളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് കർത്താവ്. എല്ലാം അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. തെറ്റുകളും കുറവുകളും ക്ഷമിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നല്ലോ കർത്താവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവർ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചെഴുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും ശിഷ്യന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ.
ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന ശിഷ്യത്വത്തിൻ്റെ വില. ശ്രേഷ്ഠ ഗുരുവായ ദൈവമേ, യാഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വില യേശു ക്രിസ്തുവിലൂടെ നീ ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനത്തോട് അനുസരണമുള്ളവരായി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളിൽ ഒരു ദാസഹൃദയത്തെ രൂപപ്പെടുത്തുകയും ദിനം തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാ നിഗളത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിന്നോടൊപ്പം കഷ്ടതയും പാപവും കൂടാതെ തക്ക വിനയമുള്ളവരായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും കഷ്ടതകളെയും പരീക്ഷകളെയും ജയിക്കാനും കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം വേർതിരിക്കാം. ഇന്നീ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിലേക്ക് വെച്ച് നമുക്ക് അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഇന്നീ സമയത്ത് പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഇത്രത്തോളം കാക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ദൈവസന്നിധിയിലേക്ക് വെക്കുമ്പോൾ ദൈവം നമ്മളോട് ഓർപ്പിക്കുന്നത് പോലെ അവൻ നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതായുള്ള വിടുതലും നമ്മുടെ മനസ്സിന് വേണ്ടുന്നതായുള്ള സമാധാനവും നമ്മുടെ ആത്മാവിന് വേണ്ടുന്നതായുള്ള പ്രത്യാശയും ദൈവം നമുക്ക് നൽകി തരുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ സമൂഹത്തെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാം. അനേകം ആൾക്കാർ കോവിഡിൻ്റെ ഈ രോഗത്താൽ ആശുപത്രിയിലും വീടിലും വേദനയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ചുമതല വിശ്വാസ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് അവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ദൈവികമായിട്ടുള്ള വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവിക വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും കൃപയ്ക്കും ആശ്വാസത്തിനും മുഖാന്തരമായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാടുകളും കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോക
ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, നിന്നെ ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ട് കർത്താവേ, നിന്റെ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലും കർത്താവേ നീ നൽകി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളോട് കൂടി ഇരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും കർത്താവേ, നിന്റെ കൃപയാൽ, നിന്റെ പ്രത്യാശയാൽ, നിന്റെ വിശ്വാസത്താൽ കർത്താവേ നീ ഞങ്ങളെ കർത്താവേ ഈ ലോക സാഹചര്യങ്ങളിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെ നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ